ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്ത ഫോറൻസിക് സർജൻ ആയിട്ടുള്ള ബി ഉമാദത്തിന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. മലയാളത്തിലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണിത്. കേവലം ഒരു ഡോക്ടറുടെ അനുഭവങ്ങൾ എന്നതിലുപരിയായി ശാസ്ത്രീയമായ തെളിവുകൾ എങ്ങനെയൊക്കെയാണ് കുറ്റാന്വേഷണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതെന്ന് ഈ ഒരു പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കേരളത്തിൽ നടക്കിയ പ്രമാദമായ പല കേസുകളുടെയും പിന്നിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഡോക്ടർ തന്റെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കീറിമുറിച്ച് പരിശോധിക്കുന്നത് വായനക്കാരെന്ന നിലയ്ക്ക് നമ്മൾ ആകാംക്ഷ മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ്. ഒരു ചെറിയ രോമമോ വിരലടയാളമോ മൃതദേഹത്തിൽ ഒരു ചെറിയ മുറിവോ എങ്ങനെ ഒരു പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാമെന്ന് വളരെ ലളിതമായി ഇതിൽ വിവരിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ മനുഷ്യ സഹജമായ വികാരങ്ങളും ക്രൂരതകളും പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഒരിടത്ത് പോലും അത് വൈകാരികമായി തളർത്തുന്ന രീതിയിലല്ല ഡോക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത്. പകരം ഒരു ശാസ്ത്രജ്ഞന്റെ നിസ്സംഗതയോടെയും സത്യസന്ധതയോടെയുമാണ് അദ്ദേഹം കാര്യങ്ങളെ സമീപിക്കുന്നത്. കേരള മനസാക്ഷി ഞെട്ടിച്ച സുകുമാരക്കുറിപ്പ് കേസ്, അഭയ കേസ്, റിപ്പർ കൊലപാതകങ്ങൾ, പുനലൂർ സോമൻ കേസ് തുടങ്ങിയ പ്രമാദമായ കേസുകളുടെ അന്വേഷണ വഴികൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി കേരളത്തിൽ ആദ്യമായി ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ എന്ന സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിച്ചതിനെ കുറിച്ചും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം നേരിട്ടിട്ടുള്ള ചില ദുരനുഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഒരു കുറ്റാന്വേഷണ നോവൽ വായിക്കുന്ന വേഗത്തിൽ വായിച്ചു തീർക്കാവുന്ന ലളിതവും ഉദ്യോഗജനകവുമായിട്ടുള്ള ശൈലിയിലാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. മെഡിക്കൽ സാങ്കേതിക പദങ്ങൾ വായനക്കാരെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരുമെന്നും ശരീരം ഭരിച്ചാലും തെളിവുകൾ സംസാരിക്കുമെന്നും ഈ ഒരു പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നീതി നടപ്പിലാക്കാൻ ശാസ്ത്രം എത്രത്തോളം അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മികച്ച ഡോക്യുമെന്ററി പുസ്തകം കൂടിയാണിത്. അപ്പൊ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.